സത്യത്തിൽ എന്താണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്യുന്ന വർക്ക്? പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ എന്ന് പറയാം, ഒറ്റവാക്കിൽ പറയുമ്പോൾ. അതായത് പ്രൊഡ്യൂസറുടെ കയ്യിൽ ക്യാഷുണ്ട്, ഡയറക്ടറുടെ കയ്യിൽ അത് സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിന് രണ്ടിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഇത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാലുള്ളത്. അതിന് വേണ്ട കഥ, ഒരു കഥാകൃത്തിനെ എത്തിക്കണം. അപ്പോൾ ഇന്ന ആളുടെ കഥ എടുക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതിപ്പോൾ പല രീതിയിലും വരാം. ഡയറക്ടറും കഥാകൃത്തും കൂടി സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ട് പ്രൊഡ്യൂസറുടെ അടുത്തോട്ട് വരാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എടുത്തിട്ട് നമുക്ക് ഇന്ന കഥാകൃത്തിൻ്റെ അടുത്തോട്ട് പോകാം എന്നുള്ള ഇങ്ങനെ വരാം. അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് കഥ തേടി, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് കഥ എത്താം, അങ്ങനെ ഒരു എങ്ങനെയാണെങ്കിലും അതിനിടയിൽ നിൽക്കുന്ന ഒരു ബ്രിഡ്ജ്, ഒരു പാലം. അപ്പോൾ ഒരു കഥ സംവിധായകൻ പ്രൊഡ്യൂസറുടെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ കഥ ആദ്യം മൂന്നാമത് വിളിക്കുന്നത് അതിൻ്റെ കൺട്രോളറായിരിക്കും. ഇതിനെന്ത് ബഡ്ജറ്റ് വരും, ഇത് എങ്ങനെ ചെയ്യാം എന്നിത്യാദി കാര്യങ്ങൾ ആദ്യം ഒരു ധാരണയാക്കും. പിന്നീട് അതിലേക്ക് വേണ്ട ആർട്ടിസ്റ്റുകൾ, പ്രധാന നടന്മാരെ, അവരുടെ അവൈലബിലിറ്റി അന്വേഷിക്കണം. അത് കൺട്രോളറാണ്. അവർ ഏത് ലൊക്കേഷനിലാണുള്ളത്, അവരുടെ അടുത്ത് കഥ പറയാൻ ഇവർക്കുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അവരുടെ അടുത്ത് പോയി കഥ കേട്ട് കഴിഞ്ഞ് പിന്നീട് അതിനുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ എത്തിക്കണം. അതിലേക്ക് വേണ്ട ടെക്നീഷ്യന്മാർ, ആർട്ട് ഡയറക്ടർ, ക്യാമറമാന്, മേക്കപ്പ്, കോസ്റ്റ്യൂം, ഇവരെല്ലാം വിളിച്ച് സംസാരിക്കണം. അവർക്ക് ഈ കഥ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിനുശേഷം അവരുടെ ബഡ്ജറ്റ് അന്വേഷിക്കണം. അതും നമ്മുടെ ബഡ്ജറ്റും കൂടി ഒക്കുമോ എന്ന് നോക്കണം. ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് തീർച്ചയായും പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്യുന്നത്.